ഫ്രണ്ട്സ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരിക്കാം. എന്നും നമ്മൾ നല്ല രീതിയിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടും. ഒരുപാട് തരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ വെറുതെ ഓടിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിനെ ഫിറ്റാക്കി മാറ്റുവാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽത്തിയായി മാറാൻ കഴിയും. 90% രോഗങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതെയാകും. എന്നും നിങ്ങൾ കൃത്യമായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഓടുന്നതിലൂടെ ഉണ്ടാകുന്ന 10 ബെനിഫിറ്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ബെനിഫിറ്റുകളിലേക്ക് പോകാം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓടുന്ന സമയത്ത് ആദ്യത്തെ എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ലെഗ് മസിൽസിലാണ്. ഇതിലൂടെ നമ്മുടെ ലെഗ് മസിൽസ് ഇംപ്രൂവ് ആകും. ഓടുന്നതിലൂടെ കാലുകളുടെ മസിൽസ് മാത്രമല്ല, കാലുകളുടെ, തുടകളുടെ, ഇടുപ്പിലെ, അതുപോലെ തന്നെ നമ്മുടെ ആബ്ഡമൻ മസിൽസിനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. നമ്മൾ ശരീരം നിവർത്തിക്കൊണ്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ബോഡിക്കുള്ള ഒരു വ്യായാമമാണ് അതിലൂടെ ലഭിക്കുന്നത്. നിങ്ങളുടെ കാലുകളിലെ മസിലുകൾ വളരെ ശക്തമായി മാറുകയും കാലുകളിലെ ഒരു പരിധിവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓടുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു എനർജി ഫീൽ ആകും. ഈ ഒരു കാരണത്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോണുകൾ ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ മസിൽ മാസ് ഇംപ്രൂവ് ആവും. ഓടിക്കൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്നാൽ ഓടിക്കൊണ്ട് നിങ്ങൾക്ക് മസിൽ മാസ് ഉണ്ടാക്കുവാനും കഴിയും. ഇനി നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഓടുന്ന ശീലമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് ഇംപ്രൂവ് ആകും. ആർക്കാണോ സ്വന്തം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളത് അവർക്ക് ഓടുക എന്നത് വളരെ നല്ലൊരു വ്യായാമമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഓടുന്നതിലൂടെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ HGH, അതായത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ, ഇത് വളരെയധികം സെക്രീറ്റ് ആവും. അതിലൂടെ നമ്മുടെ ഹൈറ്റ് ഇംപ്രൂവ് ആകും. അതായത് നിങ്ങൾ ഡെയിലി ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കൂടുമെന്ന് സാരം. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഓടുന്നതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഇൻക്രീസ് ആകും. ഇതിന് മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ലെഗ് എക്സർസൈസ് ഏത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഇംപ്രൂവ് ആകും. അതുപോലെ തന്നെ നിങ്ങൾ റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലെ എല്ലാ മസിൽസിനും ട്രെയിനിങ് കിട്ടുകയാണ്. അതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. ടെസ്റ്റോസ്റ്ററോൺ ഇംപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ബിൽഡിങ്ങിൽ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരവും അതുപോലെ നമ്മുടെ ബ്രെയിനും ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം എപ്പോഴും കറക്റ്റായ ഒരു ദിശയിലൂടെ മുന്നോട്ട് പോവുകയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ കൃത്യമായൊരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ബ്രെയിനിനുള്ളിൽ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ മെക്കാനിസം എങ്ങനെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പുസ്തകമുണ്ട്. ബ്രയാൻ ട്രേസിയുടെ ഗോൾസ് എന്ന ജനപ്രിയ പുസ്തകം. ഈ പുസ്തകം ഗോൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വേറെ ലെവൽ തിങ്കിങ് ആണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. ഞാനിതിന്റെ ഓഡിയോ ബുക്കാണ് കേട്ടത് കുക്കു FM-ൽ നിന്നും. കുക്കു FM-ൽ നിന്ന് ഇതുപോലെ എത്ര ഓഡിയോ ബുക്സ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ധാരാളം പേർ കുക്കു FM യൂസ് ചെയ്യുന്നുണ്ട്. കുക്കു FM-ലെ വണ്ടർഫുൾ ലൈഫ് ചേഞ്ചിങ് ബുക്സ് എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം അതേക്കുറിച്ചുള്ള നല്ല മെസ്സേജസ് ഒക്കെ ഞങ്ങൾക്ക് അയക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ വിജയിയാകുന്നതും പരാജിതനാകുന്നതും അറിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അറിവ് വളർത്തുവാൻ കുക്കു FM പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേറെ ഇല്ലല്ലോ. കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും കുക്കു FM-ൽ ഓഡിയോ ബുക്സ് ഉണ്ട്. അതും എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ബുക്സ്, അത്രയും മണിക്കൂറുകൾ കേൾക്കാനുള്ള ബുക്സ്. എന്നാൽ അത് കുക്കു FM നൽകുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഇയർലി സബ്സ്ക്രിപ്ഷനിലാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷ വാർത്ത എന്തെന്നാൽ, നിങ്ങൾ ഈ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുക്കു FM-ന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കു FM-ന്റെ ഇയർലി സബ്സ്ക്രിപ്ഷൻ 50% ഡിസ്കൗണ്ടിൽ നേടാവുന്നതാണ്. ഇനിയൊരു പ്രത്യേക ഓഫർ കൂടെ പരിചയപ്പെടുത്താം. ഇപ്പോൾ വീക്കെൻഡ് സെയിൽ നടക്കാൻ പോവുകയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് 12 മാസത്തിന് പകരം 12+3 15 മാസത്തേക്കുള്ള മെമ്പർഷിപ്പാണ് ലഭിക്കുന്നത്. സോ സമയം കളയാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള കുക്കു FM-ന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. തിരിച്ച് വീഡിയോയിലേക്ക് വരും. അടുത്തൊരു കാര്യം, നിങ്ങളുടെ ഓവറോൾ ബോഡിയിലുള്ള മസിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓടുന്നത് അതിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ ബോഡി ബിൽഡേഴ്സ്, ജിം ട്രെയിനേഴ്സ് എല്ലാം, അവരിൽ കൂടുതൽ ആളുകളും അവർ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ട്രെഡ്മില്ലെങ്കിലും കൂടുതൽ സമയം ഓടുന്നത് കാണാം. ഇതിലൂടെ അവരുടെ ബോഡിയിൽ അവർക്ക് വളരെ നല്ല എനർജി ഫീലാണ് ഉണ്ടാവുന്നത്. കൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണും വർദ്ധിക്കും. അതുകൊണ്ട് മസിൽ മാസും ഇൻക്രീസ് ആകും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് എങ്കിലും ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയും മൈൻഡും തമ്മിലുള്ള ഒരു കണക്ഷൻ വർദ്ധിക്കും. നിങ്ങളുടെ മസിൽ മൈൻഡ് കണക്ഷൻ ഇംപ്രൂവ് ആകും. ഇത് നിങ്ങളുടെ വർക്കൗട്ടിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇനി 6th ബെനിഫിറ്റ് പറഞ്ഞുതരാം. ഇത് സ്റ്റുഡൻസിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ ബുദ്ധി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെ തലച്ചോറിന് നല്ല എനർജി ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ ദിവസവും ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് നല്ല രക്തചംക്രമണം ഉണ്ടാകും. ഇതിലൂടെ നിങ്ങൾക്ക് മെമ്മറി പവർ ഇംപ്രൂവ് ആകും. മാത്രമല്ല നിങ്ങളുടെ റാഷണൽ ബ്രെയിൻ വളരെയധികം ഇംപ്രൂവ് ആകും. കേട്ടാൽ അത്ഭുതം തോന്നില്ലേ? നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനായി മാറും. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾ ഓടുന്നത് ഒരു ശീലമാക്കണം. മാത്രമല്ല നിങ്ങൾ ഡെയിലി റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ സൈറ്റ് ഇംപ്രൂവ് ആകും. നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഓടുന്ന വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടും. ഓടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് ആവശ്യം വരും. അത് കാരണത്താൽ നമ്മുടെ ഹൃദയം നല്ല രീതിയിൽ തന്നെ ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങും. നല്ല ശക്തമായിട്ട് ഈ ബ്ലഡ് പമ്പിങ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കൂടുതലായിട്ട് ബ്ലഡിനെ എത്തിക്കും. ഇതിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ആഹാരത്തിൽ നിന്നുള്ള എല്ലാ എനർജിയും എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകും. നിങ്ങളുടെ ഹാർട്ട് നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ രക്തം എത്തുകയുള്ളൂ. അങ്ങനെ രക്തം എത്തുകയാണെങ്കിൽ മാത്രമേ എല്ലാ ന്യൂട്രിയൻസും നിങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും എത്തുകയുള്ളൂ. അപ്പോൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഹ്യ അവയവങ്ങളോ മസിലുകളോ മാത്രമല്ല, നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും നിങ്ങളുടെ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങൾക്ക് പോലും നല്ല എനർജിയാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ഐ സൈറ്റ്, നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷൻ, ഇങ്ങനെ എല്ലാത്തിനും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? നല്ല വെയിറ്റ് എല്ലാം എടുത്തിട്ട് പോക്കുന്നു, നല്ല മസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, വളരെയധികം പുഷപ്പുകൾ ചെയ്യുന്നു, പുള്ളപ്പുകൾ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മസിലിനകത്തുള്ള ഫൈബർ എല്ലാം ബ്രേക്ക് ആകുന്നു. അതിനുശേഷം ഇതിനെയെല്ലാം നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓടുന്നത്. ഇതിലൂടെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആകും, നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ആകും. ഇതിലൂടെ നിങ്ങൾ എവിടെയാണോ വർക്കൗട്ട് ചെയ്തിട്ട് മസിൽസിനെ ബ്രേക്കപ്പ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് ശരിയാക്കി എടുക്കുവാനും പറ്റും. നിങ്ങളുടെ മസിലുകളെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് റണ്ണിങ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, വർക്കൗട്ട് ചെയ്യുമ്പോഴല്ല നമ്മുടെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോഡിയിൽ ഒരു റിപ്പയറിംഗ് നടക്കുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. 8ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ, ദിവസവും ഓടുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇംപ്രൂവ് ആകും. അതായത് ഓടുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ധാരാളം എൻസൈമുകൾ നല്ലപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് നമ്മുടെ ബോഡിയെ ഹെൽത്തി ആക്കി വെക്കുന്നതിനും ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലുകളുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിനും ഓട്ടം വളരെയധികം ഉത്തമമാണ്. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കിയെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തന്നെ നല്ല രീതിയിൽ ഓടുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല കുടവയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ഇങ്ങനെ തൂങ്ങിയ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടമാണ് അതിന് ഏറ്റവും നല്ല ഉത്തമമായ രീതി. എന്തുകൊണ്ടെന്നാൽ ഓടുന്നതിലൂടെ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ഉണ്ടാകും. നിങ്ങൾ വളരെ തടിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല, പതുക്കെ ഓടിയാൽ മതി, പക്ഷെ കൂടുതൽ നേരം ഓടുക. ഇനി നിങ്ങൾ വളരെയധികം തടിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ പതുക്കെ നടന്നാൽ മതി, പിന്നെ പതുക്കെ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടി കൊണ്ടുവന്ന് അങ്ങനെ ഓടി ശീലിക്കുവാൻ കഴിയും. ഓടിയാൽ മാത്രമേ ഫാറ്റ് ലോസ് ഉണ്ടാകൂ എന്ന അർത്ഥമില്ല. നിങ്ങൾ ചെറിയ ജോഗിങ് ചെയ്താലും നടന്നാലും എല്ലാം ഫാറ്റ് ലോസ് ഉണ്ടാകും. 10ാമത്തെ ബെനിഫിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് നിങ്ങൾ എത്ര നല്ലൊരു ഫിസിക്കൽ ബോഡി ഉണ്ടാക്കിയെടുത്താലും നിങ്ങളുടെ മൈൻഡ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലായിരിക്കും. നിങ്ങളുടെ മൈൻഡ് ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തെയും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണല്ലോ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ റിലാക്സ് കിട്ടുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിപ്പയർ ആവുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഓടിയാൽ മാത്രം മതി. നല്ല രീതിയിൽ ഓടുന്നൊരു വ്യക്തിക്ക് ഉറക്കം നല്ല രീതിയിൽ കിട്ടും. ഉറക്കം നല്ല രീതിയിൽ കിട്ടിയാൽ നിങ്ങളുടെ ബോഡി നല്ല രീതിയിൽ റിപ്പയർ ആകും. നല്ലപോലെ ഓടുന്ന വ്യക്തികൾക്ക് നല്ലപോലെ ഉറങ്ങുവാൻ കഴിയും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. അതായത് എല്ലാവരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഉറക്കത്തിന്റെ ക്വാളിറ്റി അത് ഇംപ്രൂവ് ചെയ്യുവാൻ ഓട്ടം വളരെയധികം ഉത്തമമാണ്. അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വളരെയധികം ശാന്തമായി, ശരീരം വളരെയധികം റിലാക്സ് ആയി ഒരു കംപ്ലീറ്റ് റിപ്പയറിംഗ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഓട്ടം ഒരു ശീലമാക്കിയാൽ മതി. ഇത്രയും 10 പോയിന്റുകളാണ് നിങ്ങൾക്ക് ഇന്ന് ഓട്ടത്തിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾ എല്ലാവരും ഇത് കേട്ടതുകൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഓട്ടം ഒരു ശീലമാക്കുവാൻ തുടങ്ങുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. ബൈ.